അതായത് നമ്മളെ കൂടെ നമ്മളെ കുട്ടികളുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഏത് കുട്ടികളുണ്ടാവുമ്പോഴും ആ കുട്ടികൾ ചില കാര്യങ്ങൾ പറയുമ്പം നമ്മളതിനെ തർക്കുത്തരമായിട്ട് വിശേഷിപ്പിക്കും. പക്ഷെ കുട്ടികളായതുകൊണ്ട് തന്നെ തർക്കുത്തരമായിട്ട് വിശേഷിപ്പിച്ചാലും അവിടെ എവിടെയോ നമ്മളിലുള്ള ഒരു അക്സെപ്റ്റൻസിൽ നമ്മൾ നമ്മുടെ അഹങ്കാരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാവും. കാരണം എന്താ, നമുക്കൊരു അറിവുണ്ട് ഇതൊരു കുട്ടിയാണെന്നുള്ളത്. പക്ഷെ സത്യത്തിൽ ആ തർക്കുത്തരമെന്ന് നമുക്ക് തോന്നിയത് എവിടെയോ നമ്മുടെ ഈഗോയെ അത് ഹേർട്ട് ചെയ്ത്. പക്ഷെ നമ്മൾ ആ പ്രോസസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവനവനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അവൻ പ്രൊജക്റ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ പ്രൊജക്റ്റ് ചെയ്ത അവസ്ഥയെ നമ്മുടെ ഒരു വീക്ക്നെസ്സിൽ പോയിട്ട് ഹിറ്റ് ചെയ്തു. ആ ഹിറ്റ് ചെയ്തപ്പം നമ്മൾ അവനെ അതിൽ നിന്ന് മാറാൻ, നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ ചെയ്യരുത്, മറിച്ച് അവിടെ നമുക്ക് അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ച ആ അവസ്ഥ എന്ന് പറയുന്നത് അവൻ്റെ ആ സിൻസിയറിറ്റിയെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ കാണാൻ സാധിച്ചതിനെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം നമ്മുടെ ശരീരം അങ്ങനത്തെ ഒരു അവസ്ഥയെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മളെ തീരുമാനങ്ങളും കൊണ്ടാണ്. അപ്പോൾ ഇതൊരു കുട്ടിയുടെ കൂടെ നിന്ന് നമ്മൾ ഈ ഭാഗം അഭ്യസിക്കുന്ന ആ അവസ്ഥയെ തിരിച്ചറിയാൻ സാധിച്ചാൽ ഇതുതന്നെയാണ് എല്ലാവരിലുള്ള നന്മയെ കാണാനുള്ള ഏക പോംവഴി. ഇത് ഭയങ്കര സിമ്പിളാണ്. കാരണം മറ്റൊരാളുടെ സിൻസിയറിറ്റി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അയാളായിട്ട് നിൽക്കാനുള്ള അവസരം ഞാനായിട്ട് നിൽക്കുന്ന അവസരത്തിൽ എനിക്ക് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരതിനെന്ത് വിളിക്കുന്നു എന്നുള്ളതല്ല, ഈ ശരീരത്തെ ഞാൻ എങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും ആവശ്യമുള്ളതെന്ന് തിരിച്ചറിയുന്നതോടെ നമ്മളും തന്നെ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി. ഇത് പ്രവർത്തിപ്പിക്കാൻ നോക്കിയിട്ട് മറ്റുള്ളവരെ ഭാഗമാക്കാൻ നോക്കല്ല, ഇത് പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ നമ്മളും ഒരു ഭാഗമായിട്ട് മാറണം. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്.